Adira Khans. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മന്ത് ബേസ്ഡ് പസിൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു there are different type of puzzles എന്ന്. So one of the puzzles എന്ന് പറയുന്നത് മന്ത് ബേസ്ഡ് പസിൽ ആണ്. Let's move on to the topic. Okay, see 8 persons A B C D E F G H are attending the meeting on 8 different months. അതായത് 8 പേരാണ് ആ ഒരു പെർട്ടിക്കുലർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ഓൺ ഡിഫറെന്റ് മന്ത് എന്ന് പറഞ്ഞു. മന്ത് ഏതൊക്കെയാ? ജനുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ ഓഫ് ദ സെയിം ഇയർ. ഓൺലി വൺ പേഴ്സൺ അറ്റൻഡ് ദ മീറ്റിംഗ് ഇൻ ഈച്ച് മന്ത്. അതായത് ഒരു മാസത്തിൽ ഒരാൾ മാത്രമേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. F attend in the month having 30 days after May. So ഇവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ആദ്യം ജാനുവരി എന്നൊക്കെ തന്നിരിക്കുന്നത് മാർച്ച്, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, ഓക്കെ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ, അങ്ങനെ 8 മാസം തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതി. ഓക്കെ, സി മന്ത് ബേസ്ഡ് പസിൽസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ബെറ്റർ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മന്ത് കൂടി നമുക്ക് സൈഡിൽ എഴുതി വെക്കാം. ജാനുവരിയിൽ എത്ര മന്ത് ഉള്ളത്? 31, മാർച്ചിൽ 31, ഏപ്രിൽ 30, ജൂണിൽ 30, ഓഗസ്റ്റ് 31, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31, ഡിസംബറിൽ 31. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നമ്പർ ഓഫ് മന്ത് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? F attend in a month having 30 days but after May എന്ന് പറഞ്ഞു. ആഫ്റ്റർ മെയ് എന്ന് പറഞ്ഞാൽ സി മെയ്, ഏപ്രിൽ, മെയ് കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ജൂണിലാവാം എഫിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ മെയ് പറയുമ്പോൾ അടുത്ത പോസിബിലിറ്റി ഇൻ പെർട്ടിക്കുലർ ഗിവൺ മന്ത്സ് ഏതൊക്കെയാണ്? സെപ്റ്റംബർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എഫ് ഇവിടെ ആവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു ഓൺലി 2 persons attend between F and G. ഓൺലി എന്ന് പറഞ്ഞാൽ 2 പേര് മാത്രമേ എഫിന്റെയും ഇന്റെയും ഇടയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സി 2 ഗ്യാപ്പ്, അപ്പോ ഇവിടെ ഇ ആണ്. ഇൻ ബിറ്റ്വീൻ പറയുമ്പോൾ 2 പേഴ്സൺസ് വേണം. ഓക്കെ, അപ്പൊ എഫിന് 2 പ്ലേസസ് എനിക്ക് ഇവിടെ ഇ ആവാം, അല്ലെങ്കിൽ എഫിന് 2 പ്ലേസസ് എനിക്ക് ഇവിടെ ഇ ആവാം. ഓക്കെ, ഇനി എന്ത് പറഞ്ഞു? ജി അറ്റൻഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ. ഇക്ക് തൊട്ട് മുന്നാകെ ജി ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ ഇയുടെ പോസിബിലിറ്റി വരില്ല. അപ്പൊ ഇന്റെ തൊട്ട് മുന്നിൽ ജി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോസിബിലിറ്റി മാത്രമേ വരുള്ളൂ. ഇനി as many persons attend before A as after G എന്ന് പറഞ്ഞു. അതായത് എക്ക് മുന്നിൽ എത്ര പേരുണ്ടോ അത്രയും പേരാണ് ആഫ്റ്റർ ജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ജിയുടെ പൊസിഷൻ നോക്കിയേ, ഫ്രം ദ ടോപ്പ് സെക്കൻഡ് പൊസിഷൻ ആണ്. സോ ഫ്രം ദ ബോട്ടം സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും എ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എടുത്ത് ജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3rd ഫ്രം ദ ബോട്ടം ആണ്. സോ എയുടെ പൊസിഷൻസ് എന്ന് പറയുന്നത് 3rd ഫ്രം ദ സ്റ്റാർട്ട് ബിഗിനിങ് എന്ന് വരും. അപ്പൊ ഇവിടെ ഞാൻ എ എന്ന് പ്ലേസ് ചെയ്തു. ഇനി എന്താ തന്നിരിക്കുന്നത്? സി അറ്റൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എച്ച്. എച്ച് കഴിഞ്ഞ ഉടനെ സി വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസിബിലിറ്റി. ഇനി എച്ച് കഴിഞ്ഞ ഉടനെ സി, ഇവിടെ ഒരു പോസിബിലിറ്റി വന്നു. ഇനി എന്താ തന്നിരിക്കുന്നത്? ബി അറ്റൻഡ് നൈദർ ആഫ്റ്റർ ഡി നോർ ഇൻ ഓഗസ്റ്റ്. അപ്പോ ഡി കഴിഞ്ഞതിന് ശേഷമാണ് ബി എന്നല്ല, ബി കഴിഞ്ഞിട്ടാണ് ഡി വരിക. അപ്പൊ ബി കഴിഞ്ഞിട്ടാണ് ഡി വരികയെങ്കിൽ ഇവിടെ ഒരു പോസിബിലിറ്റി, ബി കഴിഞ്ഞിട്ടാണ് ഡി വരികയെങ്കിൽ ഇവിടെ ഒരു പോസിബിലിറ്റി. നോർ ഇൻ ഓഗസ്റ്റ് പറഞ്ഞപ്പോ ബി cannot be placed in ഓഗസ്റ്റ്. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി റോങ് ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് വന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ബേസ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, H attend the meeting in which of the following month? അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് മന്തിലാണ് H അറ്റൻഡ് ചെയ്യുന്നത്? നോക്കി, H അറ്റൻഡ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? ജൂൺ. അപ്പൊ ജൂൺ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, which of the following is or are true? F attend the meeting in June. F മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ജൂൺ ആണ് അല്ല, അപ്പൊ that is wrong. Then no one attend the meeting after A. എക്ക് ശേഷം ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല, എക്ക് ശേഷം ഡി ഉണ്ട്. സോ ദാറ്റ് ഓൾസോ റോങ്. ഓൺലി 2 persons attend before E. ഇക്ക് മുന്നാകെ 2 പേര് മാത്രമാണോ? യെസ്. ഇനി നോക്കിയ ഫോർത്ത് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി, ബോത്ത് എ ആൻഡ് സി. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ തേർഡ് ഓപ്ഷൻ ഓൺലി ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? ഹു among the following person attend the meeting in August? അപ്പൊ ഓഗസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ആരാണ്? സി ആണ്. ഓക്കെ, let's move on to the next question. See, അടുത്തത് എന്താ തന്നിരിക്കുന്നത്? 4 of the 5 are
alike in a certain way based on the given arrangement. Thus forms a group. Which one of the following does not belong to the group? ആ ഗ്രൂപ്പിൽ എല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ബിയും ഇയും, ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഇ 1 പേഴ്സൺ ഉണ്ട്, ജിയും എച്ചും, ഇൻ ബിറ്റ്വീൻ ജി ആൻഡ് എച്ച് 1 പേഴ്സൺ ഉണ്ട്. ദെൻ സി ആൻഡ് എ, സിയും എയും ഇടയിലും 1 പേഴ്സൺ ഉണ്ട്. Then A and D, no, they are immediate to each other. Then see the next one, F ഉം H ഉം ഒരാളുണ്ട് അല്ലേ. അപ്പോൾ which does not belong to the group ആരാണ്? A യും D യും ആണ്. So next question. അടുത്ത question എന്താ? How many persons attend the meeting between B and A എന്ന് ചോദിച്ചു. See, B യും A യും ഇടയിൽ 1 2 3 4 5 persons ആണ്. Okay. അപ്പോൾ 5 ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. See, അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു 3-4 പസിൽസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഡിഫറെന്റ് ടൈപ്പോ ആയിട്ടുള്ള പസിൽസോ പിന്നെ റീസണിങ്ങിൽ ഏകദേശമുള്ള